സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി കോലീബി സഖ്യം തുടങ്ങിയത് ബേപ്പൂരിൽ നിന്നോ വടകരയിൽ നിന്നോ അല്ല. കോൺഗ്രസും ലീഗും ജനസംഘവും ഒന്നിച്ച് ഒറ്റ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ചത് 1960-ൽ പട്ടാമ്പിയിലാണ്. ഇഎംഎസിനെതിരെ എ രാഘവൻ നായരായിരുന്നു സംയുക്ത മുന്നണി സ്ഥാനാർത്ഥി. ഈ പരീക്ഷണവും പക്ഷേ പരാജയപ്പെട്ടു. മിസ്റ്റർ ബുഷ്, ഞാൻ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ വരൂ, 7ാം വാർഡിൽ മത്സരിക്കൂ. ഇങ്ങനെ സ്ഥാനാർത്ഥി ലോകത്തെ ആദ്യം വെല്ലുവിളിച്ചത് ഇന്നല്ല, അരനൂറ്റാണ്ട് മുമ്പാണ്. പട്ടാമ്പിയിൽ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി ഇഎംഎസ്, കോൺഗ്രസിനായി എ രാഘവൻ നായർ. ജനസംഘം സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് MP ഗോവിന്ദമേനോന്റെ പ്രസ്താവന ഇങ്ങനെ: ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രവും മർമ്മപ്രധാനവുമായ പട്ടാമ്പിയിൽ സ്വന്തം നിലയ്ക്ക് ജയിക്കാമെന്ന് ഉറപ്പാണെങ്കിലും ഞങ്ങൾ പിന്മാറുന്നു. ഇഎംഎസ് വിരുദ്ധ പ്രചാരണം കൊടുമ്പിരിക്കൊണ്ടു. നെഹ്റു, ഇന്ദിര, ശാസ്ത്രി, സഞ്ജീവ് റെഡ്ഡി, സുചേത കൃപലാനി, മൊറാർജി ദേശീയ നേതാക്കൾ ആഴ്ചകളോളം പ്രചാരണം നടത്തി. ജനസംഘത്തെ ഊർജ്ജസ്വലമാക്കാൻ ദീൻദയാൽ ഉപാധ്യായ നേരിട്ടെത്തി. ബാഫയ്ക്ക് തങ്ങൾ ലീഗിനു വേണ്ടി അരയും തലയും മുറുക്കി പോരാടി. 57-ലെ നീലേശ്വരം വിട്ടാണ് ഇഎംഎസ് പട്ടാമ്പിയിൽ വന്നത്. പെരിന്തൽമണ്ണയിലെ ലീഗ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഹിന്ദു വോട്ടും പട്ടാമ്പിയിലെ രാഘവൻ നായർക്ക് മുസ്ലിം വോട്ടും എന്ന ധാരണയുണ്ടാക്കി. ഇഎംഎസിനെതിരെ അഭിഭാഷകർ പ്രത്യേക പ്രസ്താവനയിറക്കി. ഇഎംഎസിനോടുള്ള പെറ്റമ്മയുടെ ഉപദേശം കോലീബി പരിഹാസപ്പാട്ടാക്കി. അയ്യോ മോനെ ശങ്കര, പട്ടാമ്പിയിലേക്ക് ഇനി പോകേണ്ട. എന്താണമ്മേ കാരണം? പിള്ളേരൊക്കെ കോൺഗ്രസാ. മുദ്രാവാക്യം പട്ടാമ്പിക്ക് പുറത്തു മുഴങ്ങി. തെരഞ്ഞെടുപ്പ് തലേന്ന് ദൈവം വന്നാലും ഇഎംഎസ് തോൽക്കില്ലെന്ന് CPI. കമ്മ്യൂണിസ്റ്റ് മുഖം മ്ലാനമായെന്ന് സംയുക്ത മുന്നണി. 85% പേർ വോട്ട് ചെയ്തു. മുസ്ലിം വോട്ടുകൾ വർദ്ധിച്ചതിൽ സംയുക്ത മുന്നണി ആശ്വാസം പൂണ്ടു. വോട്ടെണ്ണി. ഇഎംഎസ് 7322 വോട്ടിന് ജയിച്ചു. ആദ്യ മതരാഷ്ട്രീയ സഖ്യത്തെ പട്ടാമ്പി അങ്ങനെ തിരസ്കരിച്ചു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അല്ല, എന്താണ് കോലീബി? ഏതാണ്ട് കാൽ നൂറ്റാണ്ടിലേറെയായി ഈ കോലീബി സഖ്യം ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത് പ്രയോഗിക്കാറുള്ളതാണ്, പ്രത്യേകിച്ച് ഇടതുപക്ഷം. അതിന്റെ ചരിത്രം നമുക്ക് പരിശോധിക്കാം. 1991-ലെ പൊതു തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് കേരളത്തിൽ ഏറ്റവും അധികം ഉയർന്നു കേട്ടത് കോലീബി സഖ്യത്തെക്കുറിച്ചാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിലും ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലും കോൺഗ്രസും ലീഗും BJPയും ധാരണയുണ്ടാക്കിയത് വൻ വിവാദമായിരുന്നു. വടകരയിൽ അഡ്വക്കേറ്റ് രത്നസിംഗും ബേപ്പൂരിൽ ഡോക്ടർ കെ മാധവൻകുട്ടിയുമായിരുന്നു കോലീബി സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ. 1991-ൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. പകരം അഡ്വക്കേറ്റ് M രത്നസിംഗ് BJPയുടെയും UDFന്റെയും പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കുകയായിരുന്നു. സമാനമായ സ്ഥിതിവിശേഷമായിരുന്നു ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലും. അവിടെ RSS സഹയാത്രികനായ ഡോക്ടർ കെ മാധവൻകുട്ടി LDFനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്നു. UDFന്റെ പിന്തുണ മാധവൻകുട്ടിക്കായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ രത്നസിംഗും മാധവൻകുട്ടിയും പരാജയപ്പെട്ടു. രത്നസിംഗിനെ LDFന്റെ KP ഉണ്ണികൃഷ്ണൻ 16,943 വോട്ടിന് തോൽപ്പിച്ചപ്പോൾ ബേപ്പൂരിൽ TK ഹംസ ഡോക്ടർ കെ മാധവൻകുട്ടിയെ പരാജയപ്പെടുത്തി. 50 മണ്ഡലങ്ങളിൽ RSS വോട്ട് UDF സ്ഥാനാർത്ഥികൾക്കാണ് നൽകിയതെന്ന് BJP നേതാവ് KG മാരാർ പിന്നീട് തുറന്നു പറഞ്ഞു. താനും രത്നസിംഗും 1991-ൽ ബേപ്പൂരിലും വടകരയിലും കോലീബി സ്ഥാനാർത്ഥികളായി മത്സരിച്ചത് കോഴിക്കോട് RSS കാര്യാലയത്തിൽ ചർച്ച ചെയ്ത് ധാരണയുണ്ടാക്കിയതിനു ശേഷമാണെന്ന് പിന്നീട് മാധവൻകുട്ടി വെളിപ്പെടുത്തി. മത്സരിക്കും മുൻപ് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നതായും കോലീബി സഖ്യം ഉണ്ടായിരുന്നില്ലെന്ന കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ വാദം തെറ്റായിരുന്നുവെന്നും മാധവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസിൽ നിന്ന് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് MP ഗംഗാധരനായിരുന്നുവെന്നും K കരുണാകരൻ മുഖ്യ പങ്കുവഹിച്ചിരുന്നുവെന്നും മാധവൻകുട്ടി വെളിപ്പെടുത്തി. BJPയുടെ ഭാഗത്തുനിന്ന് KG മാരാരും PP മുകുന്ദനും ഉണ്ടായിരുന്നു. ഫറോക്ക് PWD റെസ്റ്റ് ഹൌസിലായിരുന്നു ലീഗ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച. PK കുഞ്ഞാലിക്കുട്ടി, KNA ഖാദർ, അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നിവർ അന്ന് ചർച്ചയിൽ പങ്കെടുത്തിരുന്നതായും മാധവൻകുട്ടി വെളിപ്പെടുത്തി. പിന്നീട് വിശുദ്ധ കൂട്ടുകെട്ടെന്ന ആമുഖത്തോടെ കേരള രാഷ്ട്രീയം എന്നും ചർച്ചയ്ക്കെടുക്കുന്ന ഒരു സഖ്യമാണ് കോലീബി. കുപ്രസിദ്ധമായ കോലീബി സഖ്യത്തിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് 25 വയസ്സാകും. കോൺഗ്രസും ലീഗും BJPയും ഒരു കുടക്കീഴിൽ. ആ രഹസ്യസഖ്യം രൂപീകരിക്കപ്പെട്ടത് 1991-ലാണ്. പൊതു തെരഞ്ഞെടുപ്പ് ഒന്നിച്ചെത്തിയപ്പോൾ വടകര ലോക്സഭാ മണ്ഡലവും ബേപ്പൂർ നിയമസഭാ മണ്ഡലവും പരീക്ഷണ കേന്ദ്രങ്ങളായി. വടകരയിൽ പ്രമുഖ അഭിഭാഷകൻ M രത്നസിംഗും ബേപ്പൂരിൽ K മാധവൻകുട്ടിയും സ്ഥാനാർത്ഥികൾ. രത്നസിംഗ് UDF സ്വതന്ത്രൻ, മാധവൻകുട്ടി BJP അനുഭാവി. തെരഞ്ഞെടുപ്പ് ഫലം ഈ രഹസ്യസഖ്യത്തെ തൂത്തെറിഞ്ഞു. രത്നസിംഗും മാധവൻകുട്ടിയും പരാജയപ്പെട്ടു. വടകരയിലും ബേപ്പൂരിലും ചെങ്കൊടി പാറി. രഹസ്യമായി വെച്ചിരുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് ധാരണ പിന്നീട് പുറത്താവുകയും ചെയ്തു. K കരുണാകരനായിരുന്നു രത്നസിംഗിനെ സ്ഥാനാർത്ഥിയാക്കിയത്.
കോലീബി സഖ്യമുണ്ടായിരുന്നെന്ന് അന്നത്തെ സ്ഥാനാർത്ഥി തന്നെ പിന്നീട് സമ്മതിച്ചു. ബിജെപി നേതാവ് പി മുകുന്ദനും അക്കാര്യം പിന്നീട് തുറന്നു പറഞ്ഞു. കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും കേരള രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയമാണ് കോലീബി സഖ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ചെത്തിയ 1991 കോഴിക്കോട് ജില്ലയിൽ കോലീബി സഖ്യം പരീക്ഷിക്കപ്പെട്ടത്. സഖ്യത്തിന്റെ ഭാഗമായി കോഴിക്കോട് ബേപ്പൂരിൽ മത്സരിച്ച ഡോക്ടർ കെ മാധവൻകുട്ടി തെരഞ്ഞെടുപ്പ് കാലം ഓർമ്മിക്കുന്നു. 1991 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അണിയറയിൽ രഹസ്യ നീക്കങ്ങൾ. ബേപ്പൂരിൽ ഡോക്ടർ കെ മാധവൻകുട്ടി സ്ഥാനാർത്ഥിയാകുന്നു. വടകരയിൽ അഡ്വക്കേറ്റ് രത്നസിംഗും. ബിജെപി അനുഭാവിയായ മാധവൻകുട്ടിക്ക് ലീഗും കോൺഗ്രസും യുഡിഎഫ് സ്വതന്ത്രനായ രത്നസിംഗിന് ബിജെപിയും പിന്തുണ നൽകി. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസും ലീഗും ബിജെപിയും കൈകോർത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. കെ കരുണാകരനും പാണക്കാട് ശിഹാബ് തങ്ങളും ബിജെപി നേതാക്കളുമടക്കം നിരവധി പേർ പ്രചാരണത്തിനായി ബേപ്പൂരെത്തി. പാണക്കാട് ശിഹാബ് തങ്ങൾ മരിച്ചു പോകുന്നവരെ ഏറ്റവും അധികം ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു ഇലക്ഷൻ മീറ്റിംഗിന് വർക്ക് ചെയ്തത് എനിക്ക് വേണ്ടിയിട്ടാണ്. എന്റെ കൂടെ 23 മീറ്റിംഗിന് അദ്ദേഹം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ചത്? എന്റെ മെയിനിലായുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കുക എന്നത് മാത്രമേ. കോലീബി സഖ്യം ഏറെ വിവാദമുണ്ടാക്കി. പക്ഷേ അന്നും ഇന്നും അതൊരു തെറ്റായി കാണുന്നില്ലേ? ഇവിടുത്തെ ആൾക്കാർ ഇതെന്തോ വലിയൊരു അപരാധമാണ് ചെയ്യുന്നത്. ഞാൻ അന്നും അപരാധമാണെന്ന് വിചാരിച്ചിട്ടില്ല, ഇന്നും അപരാധമാണെന്ന് വിചാരിക്കുന്നില്ല, തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പരസ്യമായില്ലെങ്കിലും പിന്നീട് പലയിടത്തും ഇത്തരം കൂട്ടുകെട്ടുകളുണ്ടായി. രാഷ്ട്രീയം അങ്ങനെയാണെന്ന് മാധവൻകുട്ടി പറയുന്നു. Politics is a question of what is required at a particular moment that is given. It is an arrangement which can be succeed in getting votes. അത്രയേ ഉള്ളൂ. ആദ്യ പരീക്ഷണത്തിൽ ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ സിപിഎം നേതാവ് ടി കെ ഹംസയും വടകര ലോക്സഭാ മണ്ഡലത്തിൽ കെ പി ഉണ്ണികൃഷ്ണനും കോലീബി സഖ്യത്തിനെതിരെ വിജയം നേടി. കേരളത്തിൽ ഒരു തവണ മാത്രമാണ് കോലീബി സഖ്യം പരസ്യമായി പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ആ തവണ തന്നെ കേരള രാഷ്ട്രീയം കോലീബി സഖ്യത്തെ നിലം തൊടാതെ പുറത്താക്കി. ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്. തിരുവനന്തപുരവും മഞ്ചേശ്വരവുമായിരുന്നു അന്നും കേരളത്തിൽ ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങൾ. ഏതെങ്കിലും സീറ്റിൽ ജയിച്ചു കയറാനുള്ള സാധ്യത സംബന്ധിച്ച് 91 തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ആരംഭിച്ചു. ഇരു മണ്ഡലങ്ങളിലും സഹായിച്ചാൽ മറ്റു മണ്ഡലങ്ങളിൽ തിരിച്ചു സഹായിക്കാമെന്നായിരുന്നു ധാരണ. ഇതിന്റെ സാധ്യതകൾ സംബന്ധിച്ച് ചർച്ച നടത്താൻ ബിജെപി സംസ്ഥാന കമ്മിറ്റി നേതാക്കൾക്ക് അനുമതി നൽകി. ഈ ചർച്ചകൾ നടന്നിട്ടുണ്ട്, അത് ശരിയാണ്. ചർച്ചകൾ പാർട്ടികൾ തമ്മിൽ ധാരണ ഉണ്ടാക്കുന്നതിനെ പറ്റി, മുന്നണി ഉണ്ടാക്കുന്നതിനെ പറ്റി, പിന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കുന്നതിനെ പറ്റി പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ചർച്ചകളിൽ ഞങ്ങൾ ഓരോരുത്തരും ചർച്ച ചെയ്യാൻ അനുവദിച്ചിരുന്നു എന്നല്ലാതെ തീരുമാനമെടുക്കുന്ന പാർട്ടി കമ്മിറ്റി കൂടി തീരുമാനിക്കണം. കോൺഗ്രസും ലീഗുമടക്കമുള്ള പ്രധാന കക്ഷികളുടെ നേതാക്കൾ ബിജെപി നേതൃത്വത്തെ ബന്ധപ്പെട്ടു. 1990 മുതൽ ബിജെപിയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും ദീർഘകാലം ബിജെപി കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്ന OK വാസു മാസ്റ്ററാണ് പാർട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 91 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം, പെരിങ്ങളം മണ്ഡലങ്ങളിൽ ബിജെപിയും മുസ്ലിം ലീഗും വോട്ട് കച്ചവടം നടത്തിയതായാണ് വാസു മാസ്റ്ററുടെ വെളിപ്പെടുത്തൽ. മുൻ സംസ്ഥാന പ്രസിഡന്റ് പി മുകുന്ദൻ, PK കൃഷ്ണദാസ് എന്നിവരും ലീഗ് സംസ്ഥാന നേതാക്കളും തമ്മിലുണ്ടായ ധാരണ പ്രകാരമായിരുന്നു ഇത്. ചെർക്കള അബ്ദുള്ളയെ പരാജയപ്പെടുത്താൻ വേണ്ടി മുസ്ലിം ലീഗ് മാരാർജിക്ക് വോട്ട് നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് വേവലാതിപ്പെടേണ്ടതില്ല, നിങ്ങളിവിടെ ഈ ഒരു 1500 വോട്ട് എന്നുള്ള തോതിൽ ഇവർക്ക് തിരിച്ചു കൊടുത്താൽ അതവിടെ 3000 വോട്ടായിട്ട് അപ്പുറം കിട്ടും, അപ്പോൾ നമ്മളൊരാൾ ജയിക്കും എന്നുള്ള നിലയ്ക്ക് ഞങ്ങളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു വോട്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട്. വോട്ട് കച്ചവടം അന്വേഷിക്കാൻ പാർട്ടി നിയോഗിച്ച ഡോക്ടർ സേവ്യർ പോളിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സേവ്യർ പോളിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് നേതൃത്വം ചെയ്തത്. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗും ബിജെപിയും തമ്മിൽ പരസ്യ സഹകരണം. കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിലാണ് സ്ഥാനാർത്ഥിയെ നിർത്താതെ ലീഗ് ബിജെപി അനുകൂല നിലപാട് സ്വീകരിച്ചത്. യുഡിഎഫ് സ്വതന്ത്രൻ രാജിവെച്ച ഒഴിവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി മണ്ഡലം ഭാരവാഹി വിജയിച്ചു. മുസ്ലിം ലീഗുകാർ ബിജെപി ഭാരവാഹിയായ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കുക എന്നുള്ള തന്ത്രം, അത് രാഷ്ട്രീയത്തെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉണ്ട്. അത് ചിലപ്പോൾ കുതന്ത്രം ഉപയോഗിച്ചേക്കാം, തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. പ്രാദേശിക ബിജെപി നേതാവ് ജനാർദ്ദനന് വോട്ട് മറിച്ചുവെന്ന കാര്യം ലീഗ് പ്രാദേശിക നേതാവ് തന്നെ സമ്മതിക്കുന്നു. സ്വതന്ത്രനായി മത്സരിച്ച അഷ്റഫിന് വോട്ട് ചെയ്യണമെന്നായിരുന്നു അവസാന നിമിഷം ലീഗ് നേതൃത്വം നൽകിയ പരസ്യ നിർദ്ദേശം. എന്നാൽ ബാലറ്റ് പെട്ടി തുറന്നപ്പോൾ അഷ്റഫിന് ലഭിച്ചത് 94 വോട്ട് മാത്രം.
കഴിഞ്ഞ തവണ വിജയിച്ച UDF സ്വതന്ത്രന് ലഭിച്ചത് 431 വോട്ടാണെന്നും ഓർക്കുക. മലപ്പുറത്തെ മംഗലം പഞ്ചായത്തും ലീഗും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയുമ്പോഴാണ് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കുക. അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അധിവസിക്കുന്ന ഈ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്, ഞാൻ മുസ്ലിം ലീഗുകാരനാണ്, ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്, മറ്റൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയില്ല എന്നുള്ള കാര്യം മുസ്ലിം ലീഗുകാരടക്കം സമ്മതിക്കുന്നതാ. മംഗലം പഞ്ചായത്തിലെ 22 വാർഡുകളിൽ 16 ലീഗ് അംഗങ്ങളാണ്. എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ UDF നേതൃത്വവും തയ്യാറായില്ല. റഹീസ് റഷീദ്, റിപ്പോർട്ടർ, മലപ്പുറം. ലീഗ് നേതാക്കൾ SDPI പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി ചർച്ച നടത്തി. രാത്രി 8:30 ET മുഹമ്മദ് ബഷീർ കൊണ്ടോട്ടിയിലെ KTDC ടമറിന്റ് ഹോട്ടലിലെത്തുന്നു. ഈ ലീഗിനെ എങ്ങനെ മധ്യദൂരത്വം സംരക്ഷിക്കാനാകും? പൊന്നാനിയിൽ ലീഗുമായി ചർച്ച നടത്തിയെന്ന് ആവർത്തിച്ചത് SDPI സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഫൈസി. ഇന്ത്യക്കാഴ്ച സൗഹൃദമാണ്, രാഷ്ട്രീയവും ചർച്ച ചെയ്തിട്ടുണ്ട്. 4 വോട്ടുകൾക്ക് വേണ്ടി തീവ്രവാദികളുമായി കൂട്ടുകൂടുന്നതാണോ ഇവരുടെ മതേതരത്വം? അതിനേക്കാൾ പരിതാപകരമാണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത്. വെറും 5000 വോട്ടിന്റെ ലീഡ് മാത്രമാണ് ഉള്ളത്. ഈ ഒരു സാഹചര്യമാണ് ഒരുപക്ഷെ ലീഗിനെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ ചർച്ചകളിലേക്ക് നയിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഞങ്ങൾ പൊന്നാനിക്കാരാണ്. ജാതി മതമൊന്നും ഞങ്ങൾ നോക്കാറില്ല. വർഗീയതയെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല.